അങ്ങനെ ന്യൂസ് മോർണിംഗിലേക്ക് വിശദമായി തന്നെ സ്വാഗതം. എല്ലാവർക്കും നോക്കാം വാർത്തകൾ. ആദ്യം തന്നെ ഇപ്പോൾ ഈ പീഡന പരാതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതികളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ഉയർന്നു വരുന്നത്. അതൊരു യുവ നേതാവിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടൊരു യുവനടി കൂടി രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ആരാണ് എന്നവർ പേര് തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനിടെ മറ്റൊരു പരാതി വരുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറാണ് രംഗത്ത് വരുന്നത്. രാഹുലിന്റെ ഇരയായ കോൺഗ്രസ് പ്രവർത്തക ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ തനിക്കറിയാമെന്നാണ് എഴുത്തുകാരി ഹണി ഭാസ്കർ അവകാശപ്പെടുന്നത്. പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പലിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷാഫി അത് മൂടിവെച്ചെന്നാണ് ഹണി പറയുന്നത്. രാഹുൽ തന്നോട് മോശമായി ചാറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ മറ്റുള്ളവരോട് തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയതായി അറിഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ രാഹുലിന് തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകാമെന്നും ഹണി ഭാസ്കർ വെല്ലുവിളിച്ചു. ഇരകളെ കുറിച്ചും എനിക്ക് ധാരണയുണ്ട്. അവർ വളരെ ഭീകരമായ ട്രോമയിലേക്കൂടെ പോകുന്ന സ്ത്രീകളുണ്ട്. യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെക്കുറിച്ച് ചോദിക്കുക, അവിടെ ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള, എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ, അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ. എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് മുട്ടാൻ വരുന്ന സ്ത്രീയായിട്ടും അയാളുടെ പത്രാസ് കണ്ടിട്ട് പിന്നാലെ പോകുന്ന സ്ത്രീയായിട്ടുമാണല്ലോ അയാൾ അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അത് തന്നെ വലിയ അശ്ലീലമല്ലേ? മാനനഷ്ട കേസ് ഇങ്ങോട്ട് ഫയൽ ചെയ്താൽ പ്രതിരോധിക്കാൻ എന്ത് പ്രൂഫാണുള്ളത്? അങ്ങനെ അതിനുള്ള ധൈര്യം രാഹുലിനുണ്ടെങ്കിൽ രാഹുൽ അത് ചെയ്യട്ടെ. അപ്പം ഞാൻ അതിനെ ധീരമായിട്ട് തന്നെ ഞാൻ അതിനെ ഫേസ് ചെയ്യും. എനിക്ക് ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ക്ലാരിറ്റി പ്രശ്നവുമില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ദുബൈയിൽ നിന്ന് ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ ആരോപണങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയരുന്നത്. ഇപ്പോൾ ഹണി ഭാസ്കർ, എഴുത്തുകാരി കൂടിയാണ് ഹണി ഭാസ്കർ, പറയുന്നത് അവർക്ക് നേരിട്ട് രാഹുലിൽ നിന്നുണ്ടായൊരു മോശം അനുഭവത്തെക്കുറിച്ചല്ല, പകരം അവരെക്കുറിച്ച് മറ്റുള്ള ആളുകളോട് വളരെ മോശമായി രാഹുൽ സംസാരിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല, കോൺഗ്രസിനകത്തുള്ള പല ആളുകൾക്കും ഈ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വരാൻ അവർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ. കാരണം അവർക്ക് നേരിട്ട് അത്തരം ഒരു അനുഭവം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണ്? അവരെന്താണ് പറയുന്നത് ഷിനോജ് ഇതുമായി ബന്ധപ്പെട്ട്? ജിൽസി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടിയൊക്കെ ആരോപണം ഉന്നയിച്ചപ്പോൾ പേര് പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഹണി ഭാസ്കർ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയൊക്കെ പേര് പരാമർശിച്ചുകൊണ്ടാണ്. ഇതിൽ നേരിട്ട് ഒരു അനുഭവം അല്ലെങ്കിൽ മോശം അനുഭവം ഹണി ഭാസ്കർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ശ്രീലങ്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ അത് ലൈക്ക് ചെയ്തുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു. തനിക്കും ശ്രീലങ്കയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുകയും പിന്നീട് അത് രാഷ്ട്രീയമൊക്കെ ആയിട്ട് സംസാരിച്ച് ചാറ്റ് തുടർന്നു. പക്ഷേ ചാറ്റ് കൂടുതൽ തുടരാൻ താൻ അനുവദിച്ചില്ല എന്നാണ് ഹണി ഭാസ്കർ പറയുന്നത്. കാരണം അത് മറ്റു നിലയിലേക്ക് പോകുമോ എന്ന് സംശയം ഉള്ളതുകൊണ്ട് അത് തുടർന്നില്ല. പക്ഷേ ഈ ചാറ്റ് നടത്തുമ്പോൾ തന്നെ മറ്റു കോൺഗ്രസ് പ്രവർത്തകരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെക്കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ തന്നെ അത് തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഹണി ഭാസ്കർ പറയുന്നു. രാഷ്ട്രീയപരമായി എതിർചേരിയിലുള്ള തന്നെ വരെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവാണ് താൻ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർക്കിടയിൽ വലിപ്പം പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ഇരകളായി മാറിയിട്ടുള്ള നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ അറിയാം, അതേപോലെ മറ്റ് സ്ത്രീകളെയും തനിക്കറിയാം. പലരും പരാതി പറഞ്ഞിട്ടുണ്ട്, പലരും പരാതിയുമായി ഷാഫി പറമ്പിലിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ അരികിലേക്ക് പരാതികളെത്തിയാൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഹണി ഭാസ്കർ ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തൽക്കാലം
നിയമ നടപടിക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് ഹണി ഭാസ്കർ പറയുന്നത്. പക്ഷേ ഇത്തരം ആളുകളെ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രണയമൊക്കെ തോന്നുന്ന വിധത്തിലാണ് ഇവർ ആളുകളോട് സംസാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇര ഉണ്ടാവരുത്, ഇനി പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്തരത്തിൽ ഇരകളായി മാറരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് എക്സ്പോസ് ചെയ്യുന്നത് എന്നാണ് ഹണി ഭാസ്കർ പറയുന്നത്. ഇപ്പോൾ പേര് പരാമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും മാനനഷ്ട കേസ് വരാൻ സാധ്യതയില്ലേ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു കേസ് നൽകാൻ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നൽകട്ടെ, അതിനെ ഏതു തരത്തിലും നേരിടാൻ താൻ തയ്യാറാണ്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തത തനിക്ക് ഉണ്ട് എന്നാണ് ഹണി ഭാസ്കർ പറഞ്ഞു വെക്കുന്നത്. ജിൻസി.